ഹായ് എവരിവൺ. ഇന്നത്തെ ടോപ്പിക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ്. എന്താണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേറൊരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബാങ്ക് ട്രാൻസാക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ക്ലയൻറ്റിന് അയാളുടെ എ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ബി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കും സി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് തന്നെ രണ്ട് ട്രാൻസാക്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ എന്താണ് നടക്കുന്നത്, ചിലപ്പോൾ ഇതൊരു സെർവറിലായിരിക്കാം, ഇത് വേറൊരു സെർവറിലായിരിക്കും, ഇത് വേറൊരു സെർവറിലായിട്ടായിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ട്രാൻസാക്ഷനിൽ നിന്ന് തന്നെ വേറെ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ്, അതായത് ഒരു ട്രാൻസാക്ഷനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സബ്സെറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യാനും അബോർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. ഇതാണ് പാരന്റ് നോഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ചൈൽഡ് നോഡുകൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അർത്ഥം ഈ ട്രാൻസാക്ഷൻ്റെ റിസൾട്ട് ഈ ട്രാൻസാക്ഷൻ ആവശ്യമാണ്. അതായത് ഇവിടെ സീക്വൻഷ്യലായിട്ടാണ് ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ ചൈൽഡ് നോഡിലേക്ക് വന്നേ, ഇത് കണ്ടോ, ഇപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻ നമുക്ക് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെയിം ലെവലിലുള്ള രണ്ട് ട്രാൻസാക്ഷൻസിനെ സെയിം ലെവലിലുള്ള ചൈൽഡ് നോഡിൻ്റെ ട്രാൻസാക്ഷൻസും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മെയിനായിട്ട് 4 റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് റൂളിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈൽഡ് ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആണ് എങ്കിൽ പാരന്റ് ട്രാൻസാക്ഷന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏക ഓപ്പറേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വേറെ ചൈൽഡ് ട്രാൻസാക്ഷനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ചൈൽഡ് ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആണ് എങ്കിൽ പാരന്റ് ട്രാൻസാക്ഷന് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് വേറെ ചൈൽഡ് ട്രാൻസാക്ഷനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ചൈൽഡ് ട്രാൻസാക്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ പാരന്റ് ട്രാൻസാക്ഷന് ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാനോ അബോർട്ട് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, റൂൾ പ്രകാരം പാടില്ല. ഓക്കെ, ഇനി സെക്കൻഡ് റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, അതായത് ചൈൽഡ് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, പാരന്റ് ട്രാൻസാക്ഷനിൽ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് പാരന്റ് ട്രാൻസാക്ഷൻ സ്റ്റിൽ അൺകമ്മിറ്റഡ് ആണ് എങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പാരന്റ് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ചൈൽഡ് ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി തേർഡ് റൂൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അബോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ചൈൽഡ് ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്താൽ അത് പാരന്റ് ട്രാൻസാക്ഷനിലെ എഫക്റ്റ് ഒന്നും വരുത്തുന്നില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പാരന്റ് അബോർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചൈൽഡ് ട്രാൻസാക്ഷനും അബോർട്ട് ആകും. ഓക്കെ, പാരന്റ് അബോർട്ട് ആയി കഴിഞ്ഞാൽ ചൈൽഡ് ട്രാൻസാക്ഷൻ അബോർട്ട് ആകും. അതുപോലെ തന്നെ പാരന്റ് കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചൈൽഡ് ട്രാൻസാക്ഷനും കമ്മിറ്റ് ആകും. അതായത് പാരന്റിൽ അബോർട്ടോ കമ്മിറ്റോ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചൈൽഡും അതുപോലെ ചൈൽഡിലും കമ്മിറ്റും അബോർട്ടും നടക്കും. ഈ ചൈൽഡ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും ഇതെല്ലാം തന്നെ അവിടെ നടക്കും. പാരന്റ് അബോർട്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചൈൽഡ് ട്രാൻസാക്ഷൻസ് അബോർട്ട് ആവും. കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും അത് എവിടെ വരെ ചെയ്തോ അവിടെ വെച്ചിട്ട് കമ്മിറ്റഡ് ആകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇത്രയാണുള്ളത്. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.